everyone, welcome back. This is Nirajana here from Leo Tales. So, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുർത്ത ടോപ്പ് ആയിട്ടും അറ്റ് ദ സെയിം ടൈം ഇങ്ങനെ ഡ്രസ്സ് പോലെ ഇടാൻ പറ്റുന്ന കുറച്ച് ഉടുപ്പുകളാണ്. ഒരു റയോൺ കോട്ടൺ മെറ്റീരിയൽ, എല്ലാം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സമ്മർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ഒബ്വിയസ്ലി നമ്മൾ എക്സ്പെൻസീവ് ഹോൾസ് അങ്ങനെ ചെയ്യാറില്ല, അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഹോൾസ് ആണ് എപ്പോഴും ചെയ്യുന്നത്. ആൻഡ് ക്വാളിറ്റി ആസ് യൂഷ്വൽ ഞാൻ എൻഷുർ ചെയ്തിട്ടാണ് എപ്പോഴും വീഡിയോസ് ചെയ്യുക. ഒരേ ഒരു സജഷൻ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത്, നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് മെഷീനിലിട്ട് വാഷ് ചെയ്യുന്നതിന് മുന്നേ 1-2 വട്ടം എന്തായാലും ഹാൻഡ് വാഷ് തന്നെ ചെയ്ത് നോക്കുക. കാരണം ചിലപ്പോൾ കളർ ബ്ലീഡിങ്ങോ മറ്റോ ചില ഡ്രസ്സുകൾക്ക് ഉണ്ടായിരിക്കാം. അത് ഒരു പ്രശ്നമൊന്നുമല്ല, കാരണം കളർ ബ്ലീഡിങ് ക്യാൻ ഹാപ്പൻ. അത് കഴുകി കഴിഞ്ഞ് പിഞ്ചി പോകുന്നിടത്താണ് നമുക്ക് പ്രോബ്ലം വരുന്നത്. അപ്പോൾ അങ്ങനെ വരാത്തടത്തോളം ഒരു ഹാൻഡ് വാഷ് അല്ലെങ്കിൽ ജസ്റ്റ് ബക്കറ്റിലോ അല്ല കംഫർട്ടോ ഒഴിച്ച് മുക്കി വെക്കുക. അതിനുശേഷം എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം വി ആർ പേയിങ് ലൈക്ക് ഒരു 600-700 അതിൻ്റെ വർത്ത് നമുക്ക് എന്തായാലും കിട്ടും. പക്ഷേ നമ്മൾ മെഷീനിലോ മറ്റോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില മെറ്റീരിയൽസ് സ്യൂട്ട് ആവില്ല. അപ്പോൾ കുർത്ത സെറ്റ്സിൻ്റെ സമയത്ത് ഞാനത് കാര്യം എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതർവൈസ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. മെഷീൻ്റെ അലക്കും ഓവർകം ചെയ്യുന്ന ലെവലിലുള്ള ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളും ഉണ്ട്. പക്ഷേ എപ്പോഴും നമുക്കത് ചെയ്യേണ്ട കാര്യമില്ല. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ നമ്മുടെ അപ്പാപ്പൻ പറഞ്ഞ പോലെ മെഷീനിലിട്ട് അലക്കിയതൊക്കെ ചീത്തയായി പോലെ മോളെ. മെഷീനിലിട്ട് അലക്കുന്ന കുഴപ്പമൊന്നുമില്ല, ചില ഡ്രസ്സുകൾക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് വീഡിയോ നോക്കാൻ പോകുന്നത് ഇങ്ങനത്തെ ഡ്രസ്സുകളും ഒക്കെയാണ്. വെരി കംഫർട്ടബിൾ, ഇങ്ങനെ സമ്മർ അപ്രോപ്രിയേറ്റ്, വിൻ്റർ അപ്രോപ്രിയേറ്റ്, ഏത് വെതറിലും ഇടാം. ആൻഡ് ആമസോണിൻ്റെ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, വാർഡ്രോബ് റിഫ്രഷ് സെയിൽ. അപ്പോൾ അത് ജൂൺ 5 വരെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട്സും കിട്ടും. അപ്പോൾ എല്ലാ വീഡിയോ ലിങ്ക്സും എല്ലാ പ്രോഡക്റ്റ് ലിങ്ക്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാവും. പ്ലീസ് ചെക്ക് ദാറ്റ്. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇഷ്ടമുള്ളത് എൻ്റെ ഫേവറേറ്റ് കുർത്ത ഡ്രസ്സാണ്. ഇത് മൈസ എന്നൊരു ബ്രാൻഡാണ്. ഞാനിവിടെ ഒരു ഭയങ്കര ഫാനാണ് ഈ ബ്രാൻഡിൻ്റെ. ഇപ്പോൾ ഒരു അലിയ കട്ടായിട്ടുള്ള ഒരു റയോൺ കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു കുർത്ത ആണ്. അപ്പം ഇത് ഡ്രസ്സായിട്ട് വേണമെങ്കിലും തീർച്ചയായിട്ടും ഇടാം. ഇറ്റ്സ് വെരി ക്യൂട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് പാൻസിൻ്റെ കൂടെ ഇടാനായിരുന്നു ഇഷ്ടം. ഇതിൻ്റെ സ്ലീവ്സ് നല്ല ലൂസാണ് ആൻഡ് അലിയ കട്ട് പാറ്റേൺ ആണ്. ആൻഡ് നല്ല കറക്റ്റ് ഫിറ്റാണ്. ഇപ്പം വേണമെങ്കിൽ ഒരു സൈസ് ഡൗൺ എടുക്കാം. പക്ഷേ എനിക്ക് തോന്നിയത് ഒരു ലൂസ് ഫിറ്റിംഗ് ആയിരിക്കും നല്ലത്. കാരണം ഒരു ട്രാവലിങ്ങിനൊക്കെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ ലെഗിങ്സിൻ്റെ കൂടെ ഇട്ടാലും ഒരു ലുക്കാണ്, ഡ്രസ്സായിട്ട് ഇട്ടാൽ ആക്ച്വലി വേറൊരു ലുക്കാണ്. ആൻഡ് ഒരു വൈറ്റ് പാൻസിൻ്റെ കൂടെ ഇടുന്നത് ഇതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലാസി ലുക്ക് എന്ന് ഫീൽ ചെയ്തത്. അതിൻ്റെ കൂടെ ഒരു വൈറ്റ് ഫുട്വെയറും കൂടെ ആഡ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ആ ഓവറോൾ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു വെള്ള ബാഗും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കിടിലമായിരുന്നേനെ എന്ന് തോന്നി. നല്ല കംഫർട്ടബിളാണ് ഇടാനായിട്ട്. ഒപ്പേക്ക് മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്പെറൻസി അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ വരുന്നില്ല. സിമ്പിൾ കളർ കോമ്പിനേഷനാണ്, പക്ഷേ വെരി ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. ആൻഡ് 3 കളേഴ്സിലും അവൈലബിൾ ആണ്. വെരി ഗുഡ് ക്വാളിറ്റി. അടുത്തത് ഞാൻ 3 ഡ്രസ്സുകൾ പോലത്തെയാണ് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ ലെഗിങ്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കുർത്ത ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ കുഴപ്പമില്ല. 3 കുറച്ച് സിമിലറാണ്. അപ്പോൾ ആദ്യത്തേത് ഇൻഡോ എറ എന്നുള്ളൊരു ബ്രാൻഡിൻ്റെയാണ്. ഇവിടെ 5ാമത്തെ ഡ്രസ്സ് എന്താണ് എൻ്റെ കയ്യിലുള്ളത്. ഫുൾ എംബ്രോയ്ഡറി വർക്കാണ്. അത് തന്നെയാണ് എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും. പ്രൈസ് റേഞ്ചിന് വെച്ച് ഇത്രയും എംബ്രോയ്ഡറി വരുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ടോട്ടലി വർത്ത് ഇറ്റ്. ഇത് റയോൺ മെറ്റീരിയലാണ്, ട്രാൻസ്പെറൻറ്റേ അല്ല, ഇടാൻ വളരെ കംഫർട്ടബിളാണ്. ഡ്രസ്സായിട്ട് തന്നെ ഇടാം. ഇപ്പം എൻ്റെ ഹൈറ്റ് റെഫറൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 5 അടി 5 ഇഞ്ചൊക്കെയാണ് നിങ്ങളുടെ ഹൈറ്റ് എന്നുണ്ടെങ്കിൽ ആ രക്ഷപ്പെട്ടൊന്ന് കൂട്ടിയാൽ മതി. എല്ലാ ഡ്രസ്സും കറക്റ്റ് എന്തായിരിക്കും. ഫ്രണ്ടിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി ആണ്. അതുപോലെ സ്ലീവ്സ് അറ്റം ഇങ്ങനെ ഇലാസ്റ്റിക് ആണ്, വിച്ച് ഇസ് ആക്ച്വലി ഗുഡ്. കാരണം കൈക്ക് തടിയുള്ളവർക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ആൻഡ് കയ്യിലും ഒക്കെ തന്നെയും ആ ഒരു എംബ്രോയ്ഡറി പോകുന്നുണ്ട്. ഫ്രണ്ടിലും ഇങ്ങനെ ഡിസൈൻസ് ഉണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്, ബട്ട് ദാറ്റ്സ് ഓക്കെ. അതൊരു വലിയൊരു പ്രോബ്ലം അല്ല. കാരണം ഓവറോൾ കളർ ഇസ് വെരി ബ്യൂട്ടിഫുൾ. ഒരു ഡീപ്പ് നേവി ബ്ലൂ കളറാണ്. എനിക്ക് ഓവറോൾ ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. യാത്രക്കൊക്കെ പോകുമ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സും ഇങ്ങനത്തെയാണ്. ഞാൻ ജീൻസോ അതിനേക്കാളും ഒക്കെ പ്രിഫർ ചെയ്യുന്ന ഇങ്ങനത്തെ ഡ്രസ്സുകളാണ്. രണ്ടാമത്തത് ഇൻഡോവറയുടെ തന്നെയാണ്. ഇവിടെ ഒരു കുറച്ച് ക്രഷ്ഡ് പോലത്തെ ഒരു മെറ്റീരിയലാണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൈസ് അപ്പ് എടുക്കാം. നിങ്ങളിപ്പോൾ യൂഷ്വലി എൽ ഇടുന്ന ആളാണെങ്കിൽ എക്സൽ എടുക്കാം. ഞാൻ യൂഷ്വലി എക്സൽ ഇടുന്ന ആളാണ്, എക്സൽ തന്നെ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതേ ടൈപ്പ് മെറ്റീരിയലിൽ ഇവർക്ക് കുറച്ചധികം ഡ്രസ്സുകളുണ്ട്. കണ്ടാൽ ഇങ്ങനെ അറിയാമല്ലോ, അത് സ്ട്രെച്ചബിൾ പോലത്തെ മെറ്റീരിയലാണ്. അപ്പോൾ എംബ്രോയ്ഡറി ഒന്നുമല്ല, പക്ഷേ ആ മെറ്റീരിയലാണ് എൻ്റെ ഭംഗി. ഈ കാണുന്ന ഈ പിങ്ക് ആക്ച്വലി എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഞാനത് ലാസ്റ്റ് ഇയർ വാങ്ങിയതാണ്. ഇവിടെ ഇതേ പാറ്റേണിലൊരു 7-8 ഞാൻ കണ്ടു. അതിലെനിക്ക് ലീഫ് ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇത് പിക്ക് ചെയ്തത്. ഇതിപ്പോൾ ഒരു മെറൂൺ അല്ലെങ്കിൽ റെഡ് ലെഗിങ്സിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാം. ഇപ്പം ലെഗിങ്സിൻ്റെ കൂടെ ഇടുമ്പോഴത്തേക്കും കണ്ടത് ഒരു കുർത്ത ടോപ്പ് പോലത്തെ ലുക്ക് തന്നെയാണ്. പക്ഷേ സോ കംഫർട്ടബിൾ, ഭയങ്കര സോഫ്റ്റാണ്, ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. എനിക്ക് എൻ്റെ ഫിറ്റിംഗ് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. ഒരു മെറ്റീരിയൽ ക്വാളിറ്റി ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും ഇങ്ങനെ ഒരു ലീഫ് പാറ്റേൺ ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പിക്ക് ചെയ്തത്. ശരിക്കും വളരെ ഈസി ബ്രീസി. എനിക്ക് ഈ ഡ്രസ്സൊക്കെ കാണുമ്പോൾ ശരിക്കും ഈ ജയ്പൂരിലൊക്കെ ഒരു സമ്മർ ടൈം ടൂർ പോകുമ്പോഴത്തേക്ക് ഇടാൻ പറ്റുന്ന ഡ്രസ്സ്, അങ്ങനെ എന്തൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ഡ്രസ്സിന് അത്യാവശ്യം ലെങ്ത് ഉള്ളതുകൊണ്ട്, ഇപ്പോൾ കാഫ് ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ ഡ്രസ്സായിട്ട് മാത്രം ഇടാൻ മടിയുള്ള ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്കിപ്പോൾ നീ ലെങ്ത് ഡ്രസ്സുകൾ കംഫർട്ടബിൾ അല്ല. കാഫ് ലെങ്ത് ആണെങ്കിൽ എനിക്ക് ആക്ച്വലി ഇഷ്ടമാണ് ഇടാനായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു റെഡ് മെറൂൺ ഫുട്വെയർ തന്നെ ആണെങ്കിൽ നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ബ്ലാക്ക് ഇട്ടുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ഓവറോൾ ലുക്ക് ആക്ച്വലി ഭയങ്കര ക്യൂട്ട് ലുക്കുള്ളൊരു ഡ്രസ്സാണിത്. മൂന്നാമത്തേത് ഇത് മൈസ എന്നുള്ള ബ്രാൻഡിൻ്റെ തന്നെയാണ്. ഇത് അവരുടെ ഒരു
റയോൺ ക്രീപ്പ് എന്ന് പോലത്തെ ഒരു മെറ്റീരിയലാണ്. ക്രീപ്പ് പോലെ അല്ല കേട്ടോ, റയോൺ പോലെ തന്നെയാണ് മെറ്റീരിയൽ. ഈ ബാഗ് ഞാൻ ഇത്തവണ ആമസോണിൽ നിന്ന് പിക്ക് ചെയ്തതാണ്. എനിക്ക് ബാഗ് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് മന്ത് ഞാനൊരു ബാഗ് ഹോൾ ചെയ്യുമ്പോൾ എന്തായാലും ഇത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഹൗൺസ് ടൂത്ത് പാറ്റേൺ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ കൂടെ പെയർ ചെയ്തപ്പോൾ. അപ്പോൾ ഈ ഡ്രസ്സിൽ ഇങ്ങനെ താഴേക്കൊരു വി പോലത്തെ ഡിസൈൻ ആയതുകൊണ്ട് മൊത്തത്തിലൊരു മെലിഞ്ഞതുപോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. ഈ ഡ്രസ്സ് കഴിഞ്ഞ കൊല്ലമേ ഞാൻ ആമസോൺ ലിസ്റ്റിങ്ങിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഞാൻ വിചാരിച്ചു നോക്കി എടുത്ത് നോക്കാം, കംഫർട്ടബിൾ ആയിരിക്കും എന്ന് തോന്നി. കാരണം മൈസ പൊതുവേ അങ്ങനെയാണ് ബ്രാൻഡ്. അവർക്ക് ഒരുപാട് ഡ്രസ്സുകളുണ്ട്, സ്ലീവ്ലെസ്സും അല്ലാത്ത ടോപ്സും കുർത്താസും. കഫ്റ്റൻസാണ് അവിടെ ഏറ്റവും ഫേമസ്. ഇപ്പോൾ ലെഗിങ്സ് ഇട്ടപ്പോൾ കണ്ടോ ഒരു കുർത്ത ടോപ്പ് പോലെ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പം ഹോസ്പിറ്റൽ ഇൻറ്റേൺഷിപ്പിനൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകൾ ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. ഒരു വലിയ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നുമില്ല, ട്രാൻസ്പെറൻ്റ് അല്ല. അങ്ങനത്തെ ഒരു ലെഗിങ്സിനോട് കിട്ടി കഴിഞ്ഞാൽ പക്കായിരിക്കും ഫുൾ ഡേ. അങ്ങനെ അതുകൊണ്ട് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. സ്റ്റൈലിഷായിട്ട് ഡ്രസ്സായിട്ടും ഇടാം, അതല്ല ഇച്ചിരി മാന്യമായിട്ട് കുർത്ത ടോപ്പായിട്ടും ഇടാം. അടുത്തത് ഇത് 2500 റിവ്യൂ ആമസോണിൽ തന്നെ ഉണ്ട്. ഞാനൊരു പഠിച്ചൊരു വലിയ പാഠം അത് തന്നെയാണ്. ഒരുപാട് പേര് എടുത്തു എന്ന് വിചാരിച്ച് നമുക്ക് ഇണങ്ങുന്നൊരു ഡ്രസ്സ് എടുക്കാതിരിക്കേണ്ട കാര്യമില്ല. ഇത് ടു കോമൺ അല്ലേ എന്നൊക്കെ എനിക്ക് ചിലപ്പോൾ തോന്നും, ബട്ട് അതിൽ കാര്യമില്ല. ജനസ്യ എന്നുള്ള ബ്രാൻഡിൻ്റെയാണ്. ഒരു ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇവർക്ക് ഇതേപോലത്തെ ഒരു യെല്ലോ പല കളറിലുണ്ട്. അതിൽ യെല്ലോ കളറിലൊരു പാറ്റേൺ വേറെയും ഞാൻ വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ മുന്നത്തെ മാസം. അതിൽ ഭയങ്കര കംഫർട്ടബിളാണ് ഇടാനായിട്ട്, നല്ലൊരു കളറുമാണ്. ഒരു ഡൾ കളറാണെന്ന് ചിലർ പറയും, പക്ഷേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. ഇറ്റ്സ് നോട്ട് ടു ഡൾ, ഇറ്റ്സ് എ വെരി ക്ലാസി കളർ ഇഫ് യു ആസ്ക് മീ. എനിക്ക് അതാണ് ഇഷ്ടം. അലിയ കട്ട് പാറ്റേൺ ആണ്, പക്ഷേ ബാക്കിൽ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു ഒതുക്കം കിട്ടും. ഈ കാണുന്ന യെല്ലോ ആക്ച്വലി എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഞാൻ ലാസ്റ്റ് മന്ത് വാങ്ങി. ഇതിനടിയിൽ ഇങ്ങനെ ലൈനിങ് ഉണ്ട്, അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ക്രീപ്പ് ഫേബ്രിക് പോലെയാണ്. അപ്പോൾ ശരിക്കും സമ്മർ അപ്രോപ്രിയേറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം എന്തിടണം എന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. എനിക്ക് വെള്ള ലെഗിങ്സ് ബ്ലാക്ക് ഒന്നും ഇട്ടിട്ടൊന്നും ഭംഗി തോന്നിയില്ല. അവസാനം ഞാൻ വെച്ച് എല്ലാം പോട്ടെ ബ്ലൂ ജീൻസ് ഇടാം. ജീൻസ് ഇടുമ്പോൾ എനിക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. ഞാൻ ഫുട് വെയറും കാൾട്ടണിലുണ്ടെന്നുള്ള ബ്രാൻഡിൻ്റെ വളരെ കംഫർട്ടബിൾ ഫുട് വെയർ ആണ്. ഓവറോൾ ഡ്രസ്സിൻ്റെ ലുക്കുമായിട്ട് മാച്ച് ചെയ്യുന്നൊരു ഫുട് വെയർ ആണ്. നമുക്കിങ്ങനെ ചുമ്മാ ഇങ്ങനെ മൈൻഡ്ലെസ് ആയിട്ട് എടുത്തിട്ട് അങ്ങ് ഇറങ്ങാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് കുർത്ത ടോപ്പാണ്. വളരെ ഫ്ലോയി മെറ്റീരിയൽ, അത്യാവശ്യം ടമ്മിയൊക്കെ ഉണ്ടെങ്കിലും ഹൈഡ് ചെയ്ത് കിടക്കും. കറക്റ്റ് സൈസിൽ എടുത്താൽ മതി. എനിക്ക് ആക്ച്വലി ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് റിഗ്രറ്റ് തോന്നി, ഇത് നേരത്തെ എടുക്കേണ്ടതായിരുന്നു, ഇച്ചിരി വൈകിപ്പോയി. ബട്ട് ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഇറ്റ്സ് എ ലവ്ലി ഡ്രസ്. അടുത്തത് ഡേവിഷ് എന്നൊരു ബ്രാൻഡ്. അവിടെ ഈ ചെരുപ്പ് കണ്ടിട്ട് ചെരുപ്പിന് ചേരുന്ന ഉടുപ്പ് തപ്പി നടന്നതാണ് കേട്ടോ ഞാൻ അത് കണ്ടുപിടിച്ചത്. ലയാസ എന്നൊരു ബ്രാൻഡിൻ്റെ ചെരുപ്പാണിത്. അപ്പം അവരിങ്ങനെ ഞാൻ സൈസ് 8 ആണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കാല് നാരോ ആണെങ്കിൽ അല്ലെങ്കിൽ നോർമൽ സൈസ് ആണെങ്കിൽ ഓക്കെ, വൈറ്റ് ഫീറ്റ് ആണെങ്കിൽ ലൈസ് ചിലപ്പോൾ ഫിറ്റ് ആവില്ല. അവർക്കിങ്ങനെ കുറേ ഡിസൈൻസും പാറ്റേൺസും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് പർപ്പിൾ കണ്ടിട്ട് ഞാൻ ഈ ഉടുപ്പ് ചൂസ് ചെയ്തതാണ്. ഡേവിഷ് എന്നൊരു ബ്രാൻഡിൻ്റെ ഉടുപ്പ്. ആക്ച്വലി കുറച്ച് ലൂസ് ഫിറ്റിംഗ് ആണ്. നിങ്ങൾ യൂഷ്വലി ഇടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മതിയായിരിക്കും. പക്ഷേ കോട്ടൺ ആണ്, കംഫർട്ടബിൾ ആണ്, പക്ക സമ്മർ അപ്രോപ്രിയേറ്റ് ഡ്രസ്സാണ്. ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. എനിക്കതാണ് ഫീൽ ചെയ്തത്. ഒരു കൊച്ചു കുട്ടിയുടെ ഫീലിംഗ് ആയിരുന്നു. സ്ലീവ്ലെസ് ഞാനിപ്പോൾ കുറച്ച് നാളായി ഇട്ടിട്ട് വീണ്ടും കുറച്ച് കംഫർട്ടബിളായി വന്നു. എനിവേ ഐ റിയലി ലൈക്ക് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. നിങ്ങൾക്ക് നേരെ ഇഷ്ടപ്പെട്ട ഉടുപ്പ് ഏതാണ് എന്ന് പറയുക. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടുവെങ്കിൽ പിങ്കിനോട് ചെറിയൊരു ഇഷ്ടക്കൂടുതലുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. നിങ്ങൾ ഇതിന് മുന്നേ വേറെ ഹോൾസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫുട് വെയർ, ബാഗ്, സാരി, കുർത്ത സെറ്റ്, സൽവാർ, ജീൻസ് കുറേ ഹോൾ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ആമസോൺ ബേസ്ഡ് ആയിട്ട്. ബ്യൂട്ടി കണ്ടന്റും ഉണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. പ്ലീസ് ചെക്ക് ദാറ്റ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ ഉടനെ തന്നെ കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.